സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ആറ്റുകാൽ പൊങ്കാലയൊക്കെ തുടങ്ങിയ ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ദേവി പ്രസാദവും ദേവി ചൈതന്യവും ഒക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പൊങ്കാലകളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ലളിതാ സഹസ്രനാമ പാരായണങ്ങളും ഒക്കെ തന്നെ ഈ സമയത്ത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നും ആ ഒരു മനസ്സിനെ കുറച്ചുകൂടെ ആ ഒരു ദൈവീകതയിലേക്ക് ഉയർത്താൻ ഏറ്റവും നല്ല സമയമാണ് ഇത്തരം ഉത്സവങ്ങളും ഒക്കെ വരുന്ന സമയം. അതുകൊണ്ട് ഡെയിലി ലളിതാ സഹസ്രനാമം പാരായണം ഈ ഉത്സവവേളകളിൽ ചെയ്യുന്നതാണ് എന്ന് പറയാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ 981 മുതൽ 990 വരെയുള്ള നാമങ്ങളാണ്. അതൊന്ന് പറയാം. ജ്ഞാനമുദ്ര, ജ്ഞാനഗമ്യ, ജ്ഞാനജ്ഞേയ സ്വരൂപിണി, യോനിമുദ്ര, ത്രികണ്ഠേശി, ത്രികോണാംബ, ത്രികോണഗ, അനഗാദ്ഭുത ചാരിത്ര, വാഞ്ചിതാർത്ഥപ്രദായിനി, അഭ്യാസാതിശയജ്ഞാത, ഷഡദ്വാതീതരൂപിണി. ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ 981 മുതൽ 990 വരെയുള്ള നാമങ്ങൾ വരുന്നത്. എല്ലാവർക്കും ആറ്റുകാലമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ ദേവി പ്രസാദത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാമങ്ങളുടെ അർത്ഥം നോക്കാം. 981 എന്ന് പറയുന്നത് ജ്ഞാനജ്ഞേയ സ്വരൂപിണി. ജ്ഞാനം കൊണ്ടും ജ്ഞേയം കൊണ്ടും. ജ്ഞാനം ജ്ഞേയം അറിയപ്പെടേണ്ടതാണ്. അറിയപ്പെടേണ്ടത് ദേവി അല്ലെങ്കിൽ ദേവി സ്വരൂപമാവുമ്പോൾ ആ ജ്ഞാനം കൊണ്ട് ജ്ഞേയമായ സ്വരൂപത്തോടു കൂടിയവൾ. അപ്പോൾ ജ്ഞാനം കൊണ്ട് അറിയത്തക്കതായ സ്വരൂപത്തോടു കൂടിയവളാണ് ദേവി എന്ന് പറയുന്നു. ജ്ഞാനവും ജ്ഞേയവും സ്വരൂപമായവൾ എന്നും പറയാം. ഇനി ജ്ഞാനം എന്ന് പറയുമ്പോൾ ദൃക്ക് എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ സ്പിരിച്വലായിട്ടുള്ള ടെക്സ്റ്റുകളിലേക്ക് പറയുന്നതാണ് ദൃക്ക്, ദൃശ്യ, വിവേക, വിചാരം എന്ന് പറയുന്നത്. അപ്പോൾ ദൃക്ക് എന്ന് പറയുമ്പോൾ ബോധമാണ് ദൃക്ക്. ആ ബോധമാണ് ദേവിയെങ്കിൽ, ആ ബോധസ്വരൂപയായ ദേവിയെങ്കിൽ ജ്ഞാനമാണ് ദൃക്ക് എന്ന് പറയാം. അപ്പോൾ ജ്ഞേയം എന്ന് പറയുന്നത് ദൃശ്യം എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദൃക്ക് ദൃശ്യ രൂപിണിയാണ് എന്നതിൻ്റെ അർത്ഥം. ജ്ഞാനജ്ഞേയ സ്വരൂപിണി എന്ന് പറയുമ്പോൾ ദൃക്ക് ദൃശ്യ സ്വരൂപിണിയാണ് ദേവി. ജ്ഞാനം കൊണ്ടും ജ്ഞേയമായ സ്വരൂപം കൊണ്ടും അറിയപ്പെടേണ്ടവൾ, അല്ലെങ്കിൽ ആ രണ്ട് സ്വരൂപത്തോടും കൂടിയവൾ, ദൃക്ക് ദൃശ്യ രൂപിണിയായവൾ. അപ്പോൾ ജ്ഞാനം കൊണ്ടും അറിയപ്പെടേണ്ടവളാണ്, എന്നാൽ എന്താ പറയുക, ജ്ഞേയം അറിയത്തക്കതായിട്ടുള്ള സ്വരൂപത്തോടും കൂടിയവളാണ്. ഇനി 982 യോനിമുദ്ര. ശ്രീചക്രത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള സർവ്വ ആനന്ദമായ ചക്രത്തിൽ ചക്രൈശ്വരിയായിട്ട് മഹാത്രിപുര സുന്ദരി ആയിട്ട് മുദ്രാദേവത, ആ മുദ്രാദേവത യോനി മുദ്ര എന്നറിയപ്പെടുന്നു. മുദ്രാദേവതയുടെയും ആ മുദ്രയുടെയും രൂപത്തിൽ ദേവി തന്നെയാണ്. അതാണ് യോനിമുദ്ര. അപ്പോൾ ശ്രീചക്രം അതിൽ ഉള്ള ഒരു ചക്രമാണ്, സർവാനന്ദമായ ചക്രം. അതിൽ മഹാത്രിപുര സുന്ദരിയായിട്ട് യോനിമുദ്രയായിട്ട് ഇരിക്കുന്നത് മുദ്രാദേവിയായിട്ടും അതുപോലെ മുദ്രയുടെ രൂപത്തിലും സ്ഥിതി ചെയ്യുന്ന ദേവി തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശ്രീചക്രത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നവർക്ക് അത് കൂടുതൽ നന്നായിട്ട് അതിലേക്ക് പോകാൻ കഴിയും. ഇനി 983 ത്രികണ്ഠേശി. ത്രികണ്ഠേശി എന്ന് പറയുമ്പോൾ ഇവിടെ ആ ശ്രീചക്രത്തിലുള്ള ഓരോ ചക്രത്തിനും ഓരോ മുദ്രാദേവതയും മുദ്രയും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീചക്രത്തിൽ 3 ഖണ്ഡങ്ങളുണ്ട് എന്ന് പറയുന്നു. അതാണ് സോമഖണ്ഡം, സൂര്യഖണ്ഡം, അനലഖണ്ഡം. അത് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെ ത്രിഖണ്ഡങ്ങൾ എന്ന് പറയുന്നു. ഈ 3 ഖണ്ഡങ്ങൾക്കും ഈശ്വരിയായവളാണ് ദേവി എന്നും പറയുന്നു. അതാണ് ത്രികണ്ഠേശി. ത്രിഖണ്ഡങ്ങൾക്ക് ഈശി എന്ന് പറയുമ്പോൾ ഈശ്വരി. 3 ഖണ്ഡങ്ങളായിട്ട് ഈ ചക്രങ്ങളെ അല്ലെങ്കിൽ ഓരോ ചക്രത്തിനും ഒരു പ്രത്യേക മുദ്രാദേവതയുണ്ട് എന്നും
അതിനെക്കുറിച്ച് പറയുന്ന മന്ത്രങ്ങൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് സോമഖണ്ഡം, സൂര്യഖണ്ഡം, അനലഖണ്ഡം. ഇതിന് ത്രിഖണ്ഡങ്ങൾ എന്ന് പറയുന്നു. ഈ 3 ത്രിഖണ്ഡങ്ങൾക്കും ഈശ്വരി എന്നുള്ള അർത്ഥത്തിലാണ് ത്രിഖണ്ഡേശി എന്ന് ഉള്ള നാമം. അല്ലെങ്കിൽ സർവമന്ത്രസ്വരൂപിണി എന്നും അതിന് വേറൊരു നാമത്തിലൂടെ ഇത് വിവരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. 984 ത്രിഗുണം സത്വം, രജം, രജസ്, തമസ്, ആ 3 ഗുണങ്ങൾ ഉള്ളവൾ. അതാണ് സത്വ, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളും തന്നെ സ്വരൂപമായവളാണ്. ത്രിഗുണങ്ങൾ സ്വരൂപമായവൾ ത്രിഗുണ. ഇനി 985 അംബ. അംബ അമ്മ എന്നുള്ള അർത്ഥമാണ്. ജഗത്തിൻ്റെ അമ്മയായവൾ ദേവി. ത്രിഗുണങ്ങൾക്ക് അമ്മ എന്നും വ്യാഖ്യാനം. അപ്പോൾ സർവത്തിനും കാരണഭൂതയാണ് ദേവി എന്നുള്ളതിന് ജഗത് ജനനി എന്നും പറയാം. ഇനി 986 ത്രികോണക. ത്രികോണത്തെ ഗമിച്ചിരിക്കുന്നവൾ. ശ്രീചക്രത്തിൽ യോനി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട്. ഇനി 987 അനഘ. അനഘ അഘമില്ലാത്തവൾ. അഘം എന്ന് പറയുമ്പോൾ പാപം, ദുഃഖം, അശുദ്ധി, വേദന, വിപത്ത്, ദോഷം, ഇതാണ് അഘം. ഈ അഘമൊന്നും ഇല്ലാത്തവളാണ് അനഘ. പാപമില്ലാത്തവൾ, ദുഃഖമില്ലാത്തവൾ, വിപത്തുക്കളില്ലാത്തവൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അശുദ്ധി ഇല്ലാത്തവൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും, ഈ അഘങ്ങളൊന്നും ദേവിയെ സ്പർശിക്കില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ദേവിയെ അനഘ എന്ന് പറയുന്നത്. അപ്പോൾ ദേവിയെ ഉപാസിക്കുന്നവർ, ദേവി ഉപാസകരിൽ അഘം ബാധിക്കുകയില്ല എന്നും പറയുന്നുണ്ട്. ഇനി 988 അദ്ഭുത ചരിത്ര. അദ്ഭുതങ്ങളായ ചരിത്രങ്ങളോട് കൂടിയവൾ. അപ്പോൾ ദേവിയുടെ അദ്ഭുത ചാരിത്ര എന്നാണ് കേട്ടോ. അദ്ഭുതങ്ങളായിട്ടുള്ള ചരിത്രങ്ങളോട് കൂടിയവളെന്നും പറയാം. അല്ലെങ്കിൽ അത്ഭുതകരമായ ചാരിത്രമുള്ളവൾ. ചാരിത്രം പരിശുദ്ധിയാണ്, പാതിവൃത്യം. അപ്പോൾ ദേവി ശിവനുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ, അർദ്ധാംഗിനിയായിട്ട് സ്ഥിതി ചെയ്യുമ്പോൾ ആ ദേവിക്ക് പാതിവ്രത്യമുള്ള ദേവിയാണ്. ദേവിയുടെ ചാരിത്രം അല്ലെങ്കിൽ പാതിവ്രത്യം അത്ഭുതകരമാണ്. അതാണ് അദ്ഭുത ചാരിത്ര എന്ന്. അല്ലെങ്കിൽ അത്ഭുതചാരികളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൾ. അത്ഭുതചാരികളായിട്ടുള്ളതാണ് ഭൂകമ്പം, കൊടുങ്കാറ്റ്, പകർച്ചവ്യാധികൾ. ഇതൊക്കെ അത്ഭുതചാരികളാണ്. ഇതിൽ നിന്ന് ത്രാണനം ചെയ്യുക എന്ന് പറയുമ്പോൾ രക്ഷിക്കുക. അങ്ങനെ രക്ഷിക്കുന്നവൾ ദേവി എന്നർത്ഥം. അപ്പോൾ അവയിൽ നിന്ന് ജീവികളെ ദേവി രക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഇനി 989 വാഞ്ചിതാർത്ഥ പ്രദായിനി. വാഞ്ചിതങ്ങൾ ആഗ്രഹിക്കപ്പെട്ടവ, അങ്ങനെയുള്ള അർത്ഥം. വാഞ്ചിത ആഗ്രഹിക്കപ്പെട്ട, അർത്ഥം പുരുഷാർത്ഥങ്ങൾ, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഈ ആഗ്രഹിക്കപ്പെട്ട ഈ പുരുഷാർത്ഥങ്ങൾ നൽകുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ മനുഷ്യനും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങൾ നേടുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ഈ വാഞ്ചിതങ്ങളായ അർത്ഥത്തെ പ്രദാനം ചെയ്യുന്നവൾ, അതാണ് വാഞ്ചിതാർത്ഥ പ്രദായിനി. മനുഷ്യൻ ആഗ്രഹിക്കുന്ന അർത്ഥങ്ങളെ, പുരുഷാർത്ഥങ്ങളെ, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെ പ്രദാനം ചെയ്ത് ആ ഭക്തന്മാരെ അവരവരുടെ ആവശ്യങ്ങളനുസരിച്ച്, ആഗ്രഹങ്ങളനുസരിച്ച് അത് ദേവി ദാനം ചെയ്യുന്നു. അങ്ങനെ ദാനം ചെയ്ത് അവർക്കെല്ലാ സൗഖ്യവും പ്രദാനം ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് വാഞ്ചിതാർത്ഥ പ്രദായിനി. ആഗ്രഹിച്ച അർത്ഥങ്ങൾ പ്രദാനം ചെയ്യുന്നവൾ എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇനി 990 അഭ്യാസ അതിശയജ്ഞാത. അഭ്യാസ അതിശയം കൊണ്ട് അറിയപ്പെടേണ്ടവൾ. അഭ്യാസാതിശയ ജ്ഞാത അറിയപ്പെടേണ്ടവൾ. അപ്പോൾ അഭ്യാസാതിശയജ്ഞാത എന്ന് പറയുമ്പോൾ അഭ്യാസാതിശയം കൊണ്ട് അറിയപ്പെടേണ്ടവൾ. അപ്പോൾ മനസ്സിനെ ദേവിയുടെ നേർക്ക് തിരിക്കുമ്പോൾ, ദേവി ഉന്മുഖമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് യോഗം എന്ന് പറയും. പലതരം ആസനങ്ങൾ കൊണ്ടും പ്രാണായാമങ്ങൾ കൊണ്ടും മനനം കൊണ്ടും ധ്യാനം കൊണ്ടും ദേവിയെ അറിയാനും പ്രാപിക്കാനും യോഗ്യയായവളാണ് ദേവി എന്ന് പറയുന്നു. അങ്ങനെ
അപ്പോൾ സാധാരണ മനസ്സ് എന്ന് പറയുമ്പോൾ അത് ഇന്ദ്രിയങ്ങളുടെ നേരെയാണ് മനസ്സ് നിൽക്കുന്നത്. അപ്പോൾ ആളുകൾ തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഭോഗങ്ങളിൽ രമിക്കുന്നവരും അതുപോലെ യോഗത്തിൽ ഇരിക്കുന്നവരും. ഭോഗങ്ങളിൽ രമിക്കുന്നവരെന്ന് പറയുമ്പോൾ അവരെപ്പോഴും പല പല ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി നടക്കുന്നവരായിരിക്കും. എന്നാൽ യോഗമായിട്ടുള്ള മനസ്സുള്ളവരെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ദേവിയോടും അല്ലെങ്കിൽ ദേവന്മാരോടുമൊക്കെ ഒരു ദേവീ ഉന്മുഖത എന്ന് പറയും, അതുണ്ടാവും. ആ ഏകാഗ്രത സ്വാഭാവികമായിട്ട് അതുണ്ടാവും. അപ്പോൾ അവർ നിരന്തരമായ അഭ്യാസം കൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അവരുടെ ആ അഭ്യാസം പല വിധത്തിലാണ്. അങ്ങനെ അവർ ജ്ഞാനം നേടുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആത്മസാക്ഷാത്കാരം അത് മന്ത്രങ്ങൾ കൊണ്ടും തന്ത്രങ്ങളും കൊണ്ടും യോഗ അഭ്യാസങ്ങളും കൊണ്ടും പടിപടിയായിട്ട് ദേവിയെ പ്രാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശരീര മനസ്സുകളെ കീഴടക്കിക്കൊണ്ട് കുണ്ടലിനി ശക്തിയൊക്കെ ഉയർത്തിക്കൊണ്ട് വിവിധ മാർഗങ്ങൾ അതിനുവേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാക്ഷാത്കാരം നേടാൻ ഏത് മാർഗത്തിലൂടെയും സാധിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ യോഗമാർഗത്തിലൂടെ കുണ്ടലിനി ശക്തി ഉയർത്തിക്കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടാം, അല്ലെങ്കിൽ മന്ത്രോപാസനയിലൂടെ നേടാം. അങ്ങനെ പലതരം ഉപാസനകളുണ്ട്. അതെല്ലാം അതിനുള്ള ആചാര പദ്ധതികളൊക്കെ ഋഷികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും ഏത് മാർഗത്തിലൂടെയായാലും അഭ്യാസവും പരിശീലനവും കൊണ്ട് ആ സാക്ഷാത്കാരം നേടാൻ കഴിയും എന്ന് പറയുന്നു. അതാണ് ഇവിടെ 990-ാമത്തെ നാമം അഭ്യാസാദിശ യജ്ഞാത എന്ന് പറയുന്നു. അഭ്യാസം കൊണ്ടും പിന്നെ പരിശ്രമം കൊണ്ടും അറിയപ്പെടേണ്ടവൾ, മനസ്സിനെ ദേവി ഉന്മുഖമാക്കിയിട്ട് സാക്ഷാത്കാരം നേടേണ്ടവൾ, സാക്ഷാത്കാരം നേടിയെടുക്കേണ്ട ആൾ എന്നുള്ള, അല്ലെങ്കിൽ നേടിയെടുക്കപ്പെടേണ്ടവളാണ്, അല്ലെങ്കിൽ അങ്ങനെ ദേവിയെ ആ പേരുകൊണ്ട് ആ നാമം കൊണ്ട് പറയുന്നു. അതായത് അഭ്യാസവും പരിശീലനവും പരിശ്രമവും കൊണ്ട് സാക്ഷാത്കാരം സാധിക്കുമെന്നും അഭ്യാസാതിശയം കൊണ്ട് അറിയപ്പെടേണ്ടവൾ എന്നാണ്. അതാണ് അഭ്യാസാതിശ ജ്ഞാത അറിയപ്പെടേണ്ടവൾ. അപ്പോൾ ഇത്രയും നാമങ്ങൾ 990 വരെയുള്ള നാമങ്ങൾ, 981 മുതൽ 90 വരെയുള്ള നാമങ്ങൾ ദേവിയുടെ പാദാരവിന്ദങ്ങളെ സമർപ്പിക്കുന്നു, മഹാദേവിക്ക് സമർപ്പിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അപ്പോൾ ഈ ഒരു ആറ്റുകാൽ പൊങ്കാല സമയത്ത് എല്ലാവർക്കും ലളിതാ സഹസ്രനാമങ്ങൾ വായിക്കാനും അതുപോലെ അതിൻ്റെ അർത്ഥവും ഒക്കെ അറിഞ്ഞ് നമ്മൾ വായിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും എന്നും കൂടെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ചാനലിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ നാമങ്ങളുടെയും അർത്ഥമൊക്കെ പറഞ്ഞിട്ടുള്ള മീനിങ്, ലളിതാ സഹസ്രനാമം വിത്ത് മീനിങ് എടുത്ത് നോക്കാം, വ്യാഖ്യാനം എടുത്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ അല്ലെങ്കിൽ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ ദേവിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരേ കൃഷ്ണ. അപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.